ബേബി സാറേ, സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിയാക്കാത്. സാറേ, എങ്ങനെയുണ്ടായിരുന്നു സാറേ എന്റെ അഭിനയം കാണാൻ? എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ? ഒന്നും പറയാറായിട്ടില്ല. ഇയാൾ എവിടുന്നാ? ഞാൻ പത്തനംതിട്ട തോന്നിക്കര. ഞാൻ STD ബൂത്തിലിരിക്കാം. അപ്പന് കൃഷിയായിരുന്നു. കഴിഞ്ഞ പെരുമഴയിൽ ഉരുൾപൊട്ടി കൃഷിയൊക്കെ പോയി. അപ്പനാണെ കിടപ്പിലുമായി. ആകെ ബുദ്ധിമുട്ടാ. ബൂത്തിലൊരാളെ ഇരുത്തിയിട്ടാ ഞാൻ വന്നത്. ശരി, നോക്കട്ടെ. സാറ്, എന്നെ നാട്ടിലെല്ലാരും വിളിക്കുന്ന എന്താണെന്നറിയോ? മാധുരി ദീക്ഷിത് എന്നാ. അവിടെ വെയിറ്റ് ചെയ്യ്. നായികയെ വേറെ ചെയ്ത് നമ്മൾ അഡ്വാൻസും കൊടുത്തല്ലോ. ബേബി കൊണ്ടുവന്ന കൊച്ചല്ലേ സാറേ, കഥാപാത്രത്തിന് ആപ്റ്റാ. അതാണല്ലോ സാറിന്റെ അഭിപ്രായം. ആ കുട്ടിയുടെ അപ്പിയറൻസ് ഒക്കെ കൊള്ളാം. അതിനെ വെച്ച് പ്രോജക്റ്റും തുടങ്ങാം. നായികയായിട്ട് ഫിക്സ് ചെയ്ത പെണ്ണിനോടുത്ത് അഡ്വാൻസ് തിരിച്ചു മേടിച്ചാൽ പോരെ? ഓ, നായികൊന്നും ആക്കണമെന്നില്ല സാറേ. ഒരു സെക്കൻഡ് ഹീറോയിനോ അല്ലെങ്കിൽ ഒരു സൈഡ് റോളോ, അങ്ങനെയല്ലേ പ്രൊഡ്യൂസർ സാറിന്റെ അഭിപ്രായം. 1-2 ചെറിയ സീനൊക്കെ ഇല്ലയോ, അവിടെ നിൽക്കട്ടെ അല്ലേ ഡയറക്ടർ സാറേ? ഞാനെന്ത് പറയാനാ? എൻ്റെ അഭിപ്രായത്തിൽ ഈ കുട്ടിയെ തന്നെ ഹീറോയിൻ ആക്കണം എന്നാ. എന്തായാലും ഞാനത് തീരുമാനിച്ചു പോയില്ലയോ, ഇനി എന്ത് ചെയ്യാനാ? അതിന് സാറ് മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞാൻ ഈ പടത്തിലെ കോ പ്രൊഡ്യൂസറാ, ക്യാമറാമാനാ. മറ്റേ നായിക കൊടുത്ത അഡ്വാൻസ് തിരിച്ചു വാങ്ങിച്ചേര്. കണ്ട, ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇതൊരു നടക്ക് അങ്ങോട്ട് പോയില്ലാന്ന്. ഇതൊരു നടക്കേ പോകൂ. നമ്മൾ ആദ്യം അഡ്വാൻസ് കൊടുത്ത കല്യാണം ഇല്ലേ, അവളെ തന്നെ ഫിക്സ് ചെയ്യാം. അവള് തന്നെ നിന്റെ ഹീറോയിൻ. ബേബി കൊണ്ടുവന്ന് കൊച്ചില്ലേ, അതിനെ എന്റെ റൂമിലോട്ട് വിട്. അഭിനയമൊക്കെ ഒന്ന് പഠിക്കട്ടെ. ശരിയാ സാറേ. നല്ല ഭാവിയുള്ള കൊച്ചാ. സാറ് നന്നായിട്ടൊന്ന് പഠിപ്പിച്ചെടുത്ത അടുത്ത പടത്തിന് നമ്മുടെ ഹീറോയിനാക്കാം. ഞാൻ അങ്ങോട്ട് റൂമിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. ഓ, മോളിങ്ങോട്ട് വന്നേ. ദാ ഇവിടെ ഇരുന്നേ. ഇരുന്നോ മോളെ? ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. ഇതിനേക്കാളും നല്ല സെറ്റപ്പ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ബാ മോളെ, മോളെ ഇവിടെ ഇരിക്കേ, അപ്പാപ്പൻ ഇപ്പൊ വരാം. അയ്യോ, അപ്പാപ്പനോട് നിക്ക് കൂട്ടിന്. അയ്യോ, മോളെ അങ്ങോട്ട് നോക്കിയേ, എന്താ സീനറി. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും ഇപ്പൊ വരില്ലേ? കഥ കേക്കണ്ടേ? നമ്മുടെ സിനിമയിലെ നായികല്ലേ മോള്. മോള് ധൈര്യമായിട്ട് ഇപ്പൊ വരാം. ഇപ്പൊ വരാം. ബാ ചേട്ടായി. ഓ സാറേ, ബാ ഒന്നിങ്ങ വന്നേ. ദേ വരണ്. ഒരു മിനിറ്റ് നിൽക്ക്. എന്താ സാറേ? ബാ പറയാം. എന്താ സാറേ വിളിച്ചേ? പറയാം. ഇതൊരു പാവപ്പെട്ട വീട്ടിലെ പെങ്കൊച്ച. ജീവിക്കാൻ വകയില്ലാത്തോണ്ട് ഇറങ്ങി തിരിച്ചതാ. അതിനെ കൊണ്ട് താൻ കുഴി ചാടിക്കരുത്. എന്റെ സാറേ, ഇത് ഈ ഫീൽഡിൽ ആദ്യമായിട്ടൊന്നല്ല. ഇതിനെല്ലാത്തിനും ഈ ഫീൽഡിൽ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഇതെന്റെ പ്രോജക്റ്റാ, അല്ലാതെ നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശ് കൊണ്ടല്ല. നീ കാണിക്കുന്ന വൃത്തികേടിന് ഞാൻ കൂടെ സമാധാനം പറയേണ്ടി വരും. സാർ അങ്ങോട്ട് വിട്ടോ. ചക്രപാണി സാർ ഈ പടം അങ്ങോട്ട് ഒറ്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യും. എന്നോട് ഇപ്പോഴും പറഞ്ഞതാ വേറെ ക്യാമറാമാനെ നോക്കാൻ. സാറ് പേടിക്കണ്ട. സാറിന്റെ ചെലവാശം ഒറ്റ ചെക്കിലാ ഞാൻ അങ്ങോട്ട് മേടിച്ചു തരും. അതല്ല, ഇനി സാറിന് ഇതില് പങ്ക് പറ്റാനാണെങ്കിലേ ചക്രപാണി സാറ് കഴിഞ്ഞ അടുത്ത സെക്കൻഡ് ചാൻസ് സാറിന് ഞാൻ അങ്ങടാ തരും. നമുക്ക് ഈ ഉച്ചിഷ്ടൊക്കെ തിന്ന് ശീല. ഒരു 3-ാം ചാൻസ് നമുക്ക് അങ്ങോട്ട് തന്നാ മതി. ഇറങ്ങി പോടാ. ഓടാ. ഇരുന്ന് മുഷിഞ്ഞോ? ഇല്ല സർ. എന്താ മോടെ പേര്? ആൻസി. ആൻസി വർഗീസ്. മോളെ അങ്ങോട്ടിരിക്കും മോളെ.
ഞാൻ ദാ വരുന്നു. മോടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ബേബി പറഞ്ഞിട്ടുണ്ട്. അടുത്ത തമിഴ് പടത്തിലെ മോള നായിക, അത് കഴിഞ്ഞ തെലുങ്ക്, കന്നഡ എല്ലാം മൊഴിമാറ്റമല്ലേ. വലിയ സൂപ്പർ സ്റ്റാർ ഒക്കെ ആയാലേ ഞങ്ങൾക്കൂടെ ഒരു ഡേറ്റ് ഒക്കെ തരണം കേട്ടോ. പടം കഴിഞ്ഞാലേ മോക്ക് ആവശ്യമുള്ള പൈസ ഞാൻ തരും. എത്ര വേണമെന്ന് മോള് പറഞ്ഞു. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വാ മോളെ. താനെന്തേ കാണിക്കുന്നത്? കൈന്ന് വിട്, കൈന്ന് വിട്ട്. എന്ത് എന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതിനൊന്നും എന്നെ കിട്ടിയല്ല. എന്താ ഇത്? ഇങ്ങോട്ട് നിൽക്കും മോളെ. സഹകരിച്ചു പോയാൽ നിനക്കും കൊള്ളാം, നിന്റെ കുടുംബത്തിനും കൊള്ളാം. മോറങ്ങോട്ട്. അവിടെ നിക്കേ മോളെ, ഞാൻ പറയുന്നത് കേക്ക്. എന്ത് പോക്കായത്? അവിടെ നിൽക്കും മോളെ. ഇങ്ങോട്ട് വാ. എന്ത് പോക്കായത്? അവിടെ നിൽക്കും മോളെ. ഇങ്ങോട്ട് വാ. പറയുന്നത് കേക്ക്. ഇതെന്ത് ഇത്? ഇങ്ങോട്ട് വാ മോളെ. സാറേ തുറക്ക്, തുറക്കാൻ. എന്താടാ എന്ത് തോന്നിയാസോടോ താനീ കാണിക്കുന്നേ? നിനക്കെന്താണ് ഇവിടെ കാര്യം? നിന്റെ പാർട്ണർഷിപ്പ് ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്റെ മോളുടെ പ്രായമല്ലേടൂ. നിനക്കെന്താണ് ഇത് കാര്യം? നാളെ വേണ്ടടൂ. ഇത്ര പ്രായമായിട്ടും നീ പോടാ അവിടെ. കൈ ഒടിച്ച് നടക്കുക. പോടാ നിന്റെ പാട്ടിന്. ശരി, ബാ. ഈ ബേബി എന്നൊക്കെ പറയുന്ന ആളെ ഇയാളെ ചതിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ, അഭിനയിക്കാനൊന്നുമല്ല. വേറെ പെൺകുട്ടിയെ നായികയായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതാ. ചീറ്റിങ്ങാ നടന്നത്, അതാ ഞാൻ ഇടപെട്ടെ. ഇന്നിപ്പോ ഈ മുറി കിടന്നു. ഇയാളുടെ അങ്കിളിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അപ്പാപ്പൻ അവരുടെ കൂടെ കൂടിയതാ. ടാക്സി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇയാൾ വെളുപ്പിനെ പോയിക്കോ. അയ്യോ, സാറിത് എങ്ങോട്ട് പോവാ? ഞാൻ എന്റെ വീട്ടിൽ പോവാ. എനിക്ക് പേടിയാ, സാറ് പോയാൽ ശരിയാവത്തില്ല. കുഴപ്പമില്ല, ഇന്നിനി ആരും ഇയാളെ ശല്യം ചെയ്യാൻ വരില്ല. ഡോർ ലോക്ക് ചെയ്തിട്ട് കിടന്നാൽ മതി. ആരും വന്ന് വിളിച്ചാലും തുറക്കണ്ട. ഇയാളുടെ അപ്പാപ്പനായിരിക്കും. ഇവിടെ എന്താ പണി? ഹോട്ടലിൽ നിന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയോ? പെൺവാണിഭം നടക്കുന്നു. ഇവിടെ പെണ്ണുങ്ങൾ വല്ലതും ഉണ്ടോ? ആഹാ, ഉണ്ടല്ലോ തരുണീമണി. സാർ അത് ഓഡിഷൻ വന്ന കുട്ടിയാ. ഓഡിഷനോ? കടൽക്കരയിൽ പാതിരാത്രി ഓഡിഷനോ? പണ്ട് ഞാനും കുറെ ഓഡിഷൻ നടത്തിയതാ. ഇങ്ങോട്ട് നീങ്ങിക്കടി. നിന്റെ സ്ഥലം എവിടാടി? പത്തനംതിട്ട. പത്തനംതിട്ട എവിടെ? തോന്നിക്കര. തോണിക്കര. അപ്പൊ അവിടെ നിന്നും കിടന്ന ഉറക്കം വരത്തില്ല. സാറേ പിടിച്ചു കയറ്റി രണ്ടിനെ. നീ ഒന്നും പറയണ്ട. നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നടക്കടാ അങ്ങോട്ട്. ഭാവി കളയരുത്. പിടിച്ചു കയറ്റ്. ഞാൻ വിളിച്ച അപ്പ തന്നെ എസ് ഐ സാർ ഇവിടെ എത്തി. ഞാൻ ഇനി പത്രക്കാരൊന്ന് വിളിക്കട്ടെ. സാറേ, സാറേ പറയുന്ന കേക്ക് സാറേ. കൊണ്ടുപോലേ സാറേ. നടക്കാൻ ഇവിടെ എന്റെ മോളാ സാറേ. താൻ ആരാന്നാ പറഞ്ഞ? ഞാനിവിടെ കൊച്ചാപ്പനാ. വച്ചാപ്പൻ